PM ശ്രീ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ CPA മുന്നണിയിലെത്തിക്കാൻ നീക്കം നടത്താൻ UDF-ൽ തീരുമാനം. CPA നേതൃത്വമായി UDF-ന്റെ പ്രധാന നേതാക്കൾ സംസാരിക്കും. CPA മുന്നണിയിൽ എത്തിക്കാൻ കോൺഗ്രസിന് പൂർണ്ണ സമ്മതമാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, UDF-ന്റെ കൊടയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞോ? PM ശ്രീ വിവാദവും അതിനെ ചൊല്ലി LDF-ലുണ്ടായ ഭിന്നതയും ഒരു സുവർണാവസരമായി കണക്കാക്കുകയാണ് UDF. ഇത് തന്നെയാണ് CPI-യെ മുന്നണിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്നുള്ളതാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. വളരെ നേരത്തെ തന്നെ CPI-യെ കൂടെ കൂട്ടാനുള്ള ശ്രമം UDF കൺവീനറായി വന്ന ഉടൻ തന്നെ അടൂർ പ്രകാശിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില ക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇടയ്ക്ക് വലിയ ചില സർപ്രൈസുകൾ UDF-ലേക്ക് വൈകാതെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നെങ്കിലും ഔദ്യോഗികമായ അത്തരത്തിലൊരു ക്ഷണത്തിനുള്ള കാരണമോ കാര്യമോ UDF-ന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി തന്നെ പ്രധാന നേതാക്കൾ CPI-യെ ക്ഷണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു ഔദ്യോഗിക തീരുമാനമായി തന്നെ അധികം വൈകാതെ മാറും. അതിന് പിന്നാലെ CPI-യുടെ മുതിർന്ന നേതാക്കളുമായി UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കാനാണ് തീരുമാനം. കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ CPI-യിലെ നേതാക്കളുമായി സംസാരിക്കും. ഒപ്പം തന്നെ ഇന്ന് CPI വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ മീനാങ്കൽ കുമാർ അടക്കമുള്ള പഴയ CPI പ്രവർത്തകരുണ്ട്. അവരെയും ഇതിനായി വേണ്ടി വന്നാൽ ഉപയോഗിക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് നേതൃത്വമുള്ളത്. അപ്പോഴും CPI-യിൽ നിന്നും അടർത്തിയെടുത്ത് കോൺഗ്രസിലേക്ക് അവരെ ചേർത്തു. അതൊരു തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്. എന്തായാലും CPI മുന്നണിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും ഇതൊരു അവസരമാക്കി മാറ്റുകയും ഒപ്പം തന്നെ LDF-നുള്ള വിഭാഗീയതയെ കൂടുതൽ മൂർച്ഛിക്കുക എന്നുള്ളതുമാണ് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ CPI നേതാക്കൾക്കെതിരെയോ CPI-ക്കെതിരെയോ പരസ്യ പ്രസ്താവനകൾ തൽക്കാലം നടത്തേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളെല്ലാം അത് ഏകമനസ്സോടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ CPI-യെ സ്വാഗതം ചെയ്തുകൊണ്ടും CPM-നെ പരിഹസിച്ചുകൊണ്ടുമുള്ള നിലപാട് പറയാനും തീരുമാനമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മറ്റ് മുന്നണികളിലെ മറ്റു പാർട്ടികളോടുകൂടി കൂടിയാലോചന നടത്തുകയും ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കാനുമാണ് നിലവിലെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.